യു.എസ്. ഹോംലാൻഡ് സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻസിന്റെ നേതൃത്വത്തിൽ ജോർജിയയിലെ ഹ്യുണ്ടൈ ഫാക്ടറിയിൽ നടന്ന റെയ്ഡിൽ 475 തൊഴിലാളികളെ തടവിലാക്കി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ഭരണകാലത്തെ ഏറ്റവും വലിയ തൊഴിലിട റെയ്ഡുകളിലൊന്നാണിത്. അധികൃതർ ഇതിനെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ഈ റെയ്ഡ് കുടിയേറ്റ നിയമലംഘനങ്ങൾ മാത്രമല്ല, അനധികൃത തൊഴിൽ സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള മാസങ്ങൾ നീണ്ട അന്വേഷണത്തിന്റെ ഭാഗമാണെന്നും അവർ വ്യക്തമാക്കി. തടവിലാക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും ദക്ഷിണ കൊറിയൻ പൗരന്മാരാണ്. ചിലർ വിസ കാലാവധി കഴിഞ്ഞതിനാലോ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യരുത് എന്ന വ്യവസ്ഥയുള്ള വിസയിൽ ജോലി ചെയ്തതിനാലോ നിയമം ലംഘിച്ചവരാണ്. അറസ്റ്റിലായ ആരും ഹ്യുണ്ടൈയുടെ നേരിട്ടുള്ള ജീവനക്കാരല്ലെന്നും പകരം സബ് കോൺട്രാക്ടർമാർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചിരുന്നതെന്നും കമ്പനി പ്രസ്താവനയിൽ അറിയിച്ചു. തങ്ങൾ എല്ലാ നിയമങ്ങളും പാലിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും ഹ്യുണ്ടൈ വ്യക്തമാക്കി. സംയുക്ത സംരംഭ പങ്കാളിയായ LG എനർജി സൊല്യൂഷനും അധികാരികളുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നറിയിക്കുകയും അന്വേഷണം സുഗമമാക്കുന്നതിനായി ബാറ്ററി പ്ലാന്റിന്റെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. സംഭവത്തിൽ ദക്ഷിണ കൊറിയൻ സർക്കാർ ആശങ്കയും ഖേദവും രേഖപ്പെടുത്തി. തങ്ങളുടെ നിക്ഷേപകരുടെയും പൗരന്മാരുടെയും അവകാശങ്ങൾ അന്യായമായി ലംഘിക്കപ്പെടരുത് എന്ന് അവർ ആവശ്യപ്പെട്ടു. ഇത് വാഷിംഗ്ടണും സൗളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ കൂടുതൽ മർദ്ദമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ദുബായ് നികുതി വെട്ടിപ്പ്, അനധികൃത ചൂതാട്ടം, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഇന്ത്യയിൽ പിടികിട്ടാപ്പുള്ളിയായ പ്രതിയെ UAE നാടുകടത്തി. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻസിന്റെ നേതൃത്വത്തിൽ ജോർജിയയിലെ ഹ്യുണ്ടൈ ഫാക്ടറിയിൽ നടന്ന റെയ്ഡിൽ 475 തൊഴിലാളികളെ തടവിലാക്കി. അധികൃതർ ഇതിനെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ഈ റെയ്ഡ് കുടിയേറ്റ നിയമലംഘനങ്ങൾ മാത്രമല്ല, അനധികൃത തൊഴിൽ സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള മാസങ്ങൾ നീണ്ട അന്വേഷണത്തിന്റെ ഭാഗമാണെന്നും അവർ വ്യക്തമാക്കി. തടവിലാക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും ദക്ഷിണ കൊറിയൻ പൗരന്മാരാണ്. ചിലർ വിസ കാലാവധി കഴിഞ്ഞതിനാലോ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യരുതെന്ന വ്യവസ്ഥയുള്ള വിസയിൽ ജോലി ചെയ്തതിനാലോ നിയമം ലംഘിച്ചവരാണ്. അറസ്റ്റിലായ ആരും ഹ്യുണ്ടൈയുടെ നേരിട്ടുള്ള ജീവനക്കാരല്ലെന്നും പകരം സബ് കോൺട്രാക്ടർമാർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചിരുന്നതെന്നും കമ്പനി പ്രസ്താവനയിൽ അറിയിച്ചു. തങ്ങൾ എല്ലാ നിയമങ്ങളും പാലിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും ഹ്യുണ്ടൈ വ്യക്തമാക്കി. സംയുക്ത സംരംഭ പങ്കാളിയായ LG എനർജി സൊല്യൂഷനും അധികാരികളുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നറിയിക്കുകയും അന്വേഷണം സുഗമമാക്കുന്നതിനായി ബാറ്ററി പ്ലാന്റിന്റെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. സംഭവത്തിൽ ദക്ഷിണ കൊറിയൻ സർക്കാർ ആശങ്കയും ഖേദവും രേഖപ്പെടുത്തി. തങ്ങളുടെ നിക്ഷേപകരുടെയും പൗരന്മാരുടെയും അവകാശങ്ങൾ അന്യായമായി ലംഘിക്കപ്പെടരുതെന്ന് അവർ ആവശ്യപ്പെട്ടു. ഇത് വാഷിംഗ്ടണും സൗളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ കൂടുതൽ മർദ്ദമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ദുബായ് നികുതി വെട്ടിപ്പ്, അനധികൃത ചൂതാട്ടം, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഇന്ത്യയിൽ പിടികിട്ടാപ്പുള്ളിയായ പ്രതിയെ UAE നാടുകടത്തി. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രതിയായ ഹർഷിത് ബാബുലാൽ ജെയിനിനെ ഇന്നലെ അഹമ്മദാബാദിലേക്ക് അയക്കുകയും ഗുജറാത്ത് പോലീസിന് കൈമാറുകയും ചെയ്തു. ഇന്റർപോൾ വഴി ഇന്ത്യയുടെ ലൈസൺ ഓഫീസറായി പ്രവർത്തിക്കുന്ന CBI ആണ് ഈ നീക്കങ്ങൾ ഏകോപിപ്പിച്ചത്. ഗുജറാത്ത് പോലീസിന്റെ അഭ്യർത്ഥന പ്രകാരം 2023 ഓഗസ്റ്റിൽ ഇന്റർപോൾ ഹർഷിത് ബാബുലാൽ ജെയിനിനെതിരെ റെഡ് നോട്ടീസ് പുറപ്പെടുവിച്ചു. ഇയാളെ നാടുകടത്താൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം UAE അധികൃതരുമായി ചേർന്ന് പ്രവർത്തിച്ചതായി CBI അറിയിച്ചു. ഇന്ത്യയിലെ ജയിൽ സാഹചര്യങ്ങൾ നേരിട്ട് വിലയിരുത്തി UK സംഘം ഡൽഹിയിലെ തിഹാർ ജയിൽ നേരിട്ട് സന്ദർശിച്ച് സൗകര്യങ്ങൾ വിലയിരുത്തി. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരെ തിരികെ എത്തിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് തിഹാർ ജയിലിൽ UK സംഘം നേരിട്ടെത്തിയത്. വിജയ് മാല്യ, നീരവ് മോദി തുടങ്ങിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലെ പ്രതികളെ തിരികെ കൊണ്ടുവരാനുള്ള നടപടികൾ UK കോടതിയിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ നീക്കം. തടവുകാർക്ക് നൽകുന്ന പരിചരണത്തിന്റെയും സൗകര്യങ്ങളുടെയും കാര്യങ്ങൾ നിരീക്ഷിച്ച CPS സംഘം തൃപ്തരാണെന്നാണ് സൂചന. ആവശ്യമെങ്കിൽ തിഹാർ ജയിൽ സമുദായത്തിനുള്ളിൽ ഉന്നതരായ കുറ്റവാളികളെ ഉൾക്കൊള്ളുന്നതിനായി ഒരു പ്രത്യേക എൻക്ലേവ് സ്ഥാപിക്കാമെന്നും അധികൃതർ പ്രതിനിധി സംഘത്തിന് ഉറപ്പു നൽകിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രാജ്യാന്തര നിലവാരത്തിനു പുറമെ കൈമാറുന്ന കുറ്റവാളികൾക്ക് മറ്റു ഭീഷണികളില്ലെന്ന് ഉറപ്പാക്കാനും UK സംഘം അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജൂലൈയിൽ നടന്ന ഉന്നതതല സന്ദർശനത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിജയ് മാല്യ, നീരവ് മോദി എന്നിവർക്കു പുറമെ
സഞ്ജയ് ഭണ്ഡാരി, അധോലോക കുറ്റവാളി ഇക്ബാൽ മിർച്ചിയുടെ ഭാര്യ ഹജ്ര മേമൻ, മക്കളായ ആസിഖ് ഇക്ബാൽ മേമൻ, ജുനൈദ് ഇക്ബാൽ മേമൻ എന്നിവർ UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിരവധി ഖലിസ്ഥാൻ നേതാക്കളെയും കൈമാറാൻ ഇന്ത്യ കാലങ്ങളായി UKയോട് ആവശ്യപ്പെടുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, ഭീകരവാദികൾ തുടങ്ങിയവരെ കൈമാറാൻ ഇന്ത്യയിലെ വിവിധ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ സമർപ്പിച്ച 178 അപേക്ഷകളാണ് വിവിധ രാജ്യങ്ങളുടെ കോടതികളിലെ പരിഗണനയിലുള്ളത്. ഇതിൽ 20 അപേക്ഷകളും UK കോടതികളിലാണ്. ഈ ദശകത്തിലെ ഏറ്റവും മനോഹരമായ പൂർണ്ണ ചന്ദ്രഗ്രഹണങ്ങളിലൊന്ന് ഇന്നു രാത്രിയോടെ കിഴക്കൻ മാനത്ത് അരങ്ങേറും. ഇന്ത്യയെ കൂടാതെ ഏഷ്യൻ വൻകരയുടെ മുഴുവനായും ആഫ്രിക്കൻ വൻകരയുടെ കിഴക്കൻ ഭാഗങ്ങളും ഓസ്ട്രേലിയയും ഈ ആകാശ നാടകത്തിന് സാക്ഷികളാകും. ഗ്രഹണം ദൃശ്യമാകുന്ന ഭൂപ്രദേശങ്ങളും നവമാധ്യമങ്ങളുടെ സ്വാധീനവും കണക്കിലെടുക്കുമ്പോൾ ഇന്നേ വരെയുള്ളതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ദൃക്സാക്ഷികളാകാൻ പോകുന്ന ഗ്രഹണമായത് മാറിയേക്കും. മണിക്കൂറുകളോളം നീണ്ടുനിൽക്കുന്ന ഈ നിഴൽ നാടകത്തിലെ ഭാഗിക ഗ്രഹണം രാത്രി ഏതാണ്ട് 9:58 മുതൽ ആരംഭിക്കും. 11:01 PM മുതൽ 12:22 AM വരെ ഗ്രഹണത്തിന്റെ പൂർണ്ണഘട്ടമാണ്. ഗ്രഹണ പൂർണ്ണത ഏതാണ്ട് 82 മിനിറ്റാണ്. ഭാഗിക ഗ്രഹണം തിങ്കളാഴ്ച പുലർച്ചെ 1:26 അവസാനിക്കും. ഗ്രഹണം പൂർണ്ണമാകുമ്പോൾ ചന്ദ്രനിൽ കാണപ്പെടുന്ന നിറമാറ്റമേറെ ശ്രദ്ധേയമാണ്. പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് സൂര്യപ്രകാശത്തെ ഭൂമി മറയ്ക്കുമെങ്കിലും ഭൗമാന്തരീക്ഷത്തിലൂടെ അരിച്ചെടുക്കുന്ന സൂര്യരശ്മികൾ ചന്ദ്രബിംബത്തിൽ വർണ്ണചിത്രം വരയ്ക്കും. ഇത് ഇളം നിഞ്ഞയോ ഓറഞ്ചോ ചുവപ്പോ ഒക്കെയാകാം. ചിലപ്പോൾ ഇവ ഇടലിറന്ന നിറവുമാകാം. പലരും പ്രചരിപ്പിക്കുന്നതുപോലെ എപ്പോഴും ചുവപ്പായിക്കൊള്ളണമെന്നില്ല. ഭൗമാന്തരീക്ഷത്തിന്റെ പ്രത്യേകതയാണ് ഈ നിറത്തെ നിർണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയങ്ങൾ ഭൗമാന്തരീക്ഷ പഠനത്തിന് സുവർണ അവസരമാണ്. സൂര്യഗ്രഹണത്തിൽ നിന്ന് വ്യത്യസ്തമായി ചന്ദ്രഗ്രഹണം കാണാൻ യാതൊരു വിധത്തിലുള്ള ഉപകരണങ്ങളുടെയും ആവശ്യമില്ല. SLR ക്യാമറകളിലും ലോ ലൈറ്റ് സെൻസിറ്റിവിറ്റിയും അല്പം ഒപ്റ്റിക്കൽ സൂമുമുള്ള മൊബൈൽ ക്യാമറകളിലും ഗ്രഹണചന്ദ്രന്റെ ചിത്രമെടുക്കാം. 2022 ശേഷം എല്ലാ ഘട്ടങ്ങളും കാണാൻ കഴിയുന്ന പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിന് നമ്മുടെ നാട് സാക്ഷ്യമാകുന്നത് ഇപ്പോഴാണ്. അതുപോലെ നമുക്ക് കാണാൻ കഴിയുന്ന അടുത്ത പൂർണ്ണ ചന്ദ്രഗ്രഹണമാകട്ടെ 2028 ഡിസംബർ 31-നും. അതുകൊണ്ട് ഈ സുവർണവേള പാഴാക്കാതിരിക്കണമെന്ന് അമിച്വർ വാനനിരീക്ഷകനും അസ്ട്രോക്കോളമിസ്റ്റുമായ സുരേന്ദ്രൻ പുന്നശ്ശേരി പറഞ്ഞു. ഹരിപ്പാട് യുവാവിനെ രാത്രി വീടിന്റെ വരാന്തയിൽ കഴുത്തിനു മുറിവേറ്റ് രക്തം വാർന്ന നിലയിൽ കാണപ്പെട്ടു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചു. കരുവാറ്റ പുലരിയിൽ രാധാകൃഷ്ണകുറുപ്പിന്റെയും ഉഷാകുമാരിയുടെയും മകൻ രാജീവാണ് മരിച്ചത്. തിരുവോണ ദിവസം രാത്രി ഭക്ഷണം കഴിച്ച ശേഷം ഗേറ്റ് പൂട്ടാൻ പുറത്തിറങ്ങിയ രാജീവ് പിന്നീട് വരാന്തയിൽ കസേരയിൽ ഇരിക്കുന്നത് വീട്ടുകാർ കണ്ടിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് ശബ്ദം കേട്ടുവന്ന് നോക്കിയപ്പോൾ രക്തത്തിൽ കുളിച്ച് കമിഴ്ന്നു കിടക്കുകയായിരുന്നു. വീട്ടുകാർ ബഹളം വച്ചതോടെ സമീപവാസികൾ ഓടിയെത്തി ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാജീവിന്റെ സംസ്കാരം ഇന്ന് 3-ന്. രാജീവ് ഇരുന്ന കസേരയ്ക്ക് സമീപം ബ്ലേഡുകൾ ഉണ്ടായിരുന്നു. അതിൽ രക്തം പുരണ്ടതായി കണ്ടില്ല. കഴുത്തിൽ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ചുണ്ടായ മുറിവാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. കഴുത്തിലെ മുറിവ് കൂടാതെ കൈകളിലെ വിരലുകൾക്കും മുറിവേറ്റിട്ടുണ്ട്. മറ്റു പാടുകൾ ശരീരത്തിൽ കണ്ടില്ലെന്നും ബലപ്രയോഗം നടത്തിയതിന്റെ ലക്ഷണങ്ങളില്ലെന്നുമാണ് പ്രാഥമിക നിഗമനം എന്ന് പോലീസ് പറഞ്ഞു. സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. കൂടുതൽ അന്വേഷണം നടത്തുമെന്നും ഹരിപ്പാട് CI മുഹമ്മദ് ഷാഫി പറഞ്ഞു. യുക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യ ഫ്രാൻസ് സംയുക്ത നീക്കം. സമാധാന ശ്രമങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോയും ചർച്ച നടത്തി. ടെലിഫോണിലൂടെ നടന്ന സംഭാഷണത്തിൽ ഇന്ത്യ ഫ്രാൻസ് ഉഭയകക്ഷി സഹകരണത്തിലെ പുരോഗതിയും ഇരു നേതാക്കളും വിലയിരുത്തി. ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ മേഖലകളിലെ പുരോഗതി വിലയിരുത്തി യുക്രൈനിലെ സംഘർഷം നേരത്തെ അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യാന്തര പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ആഗോള സമാധാനവും സ്ഥിരതയും വളർത്തുന്നതിൽ ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം ഒരു സുപ്രധാന പങ്കുവഹിക്കും എന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. യുക്രൈനിൽ ശാശ്വതമായ സമാധാനം സ്ഥാപിക്കുന്നതിൽ ഇന്ത്യയും ഫ്രാൻസും ദൃഢനിശ്ചയമുള്ളവരാണ്. ഞങ്ങളുടെ സൗഹൃദത്തിലും പങ്കാളിത്തത്തിലും അധിഷ്ഠിതമായി സമാധാന പാത കണ്ടെത്താൻ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങും എന്ന് മെക്രോ എക്സിൽ കുറിച്ചു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർ ലെയനും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചിരുന്നു. വ്യാപാരം, പ്രതിരോധം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിലെ സഹകരണം ഉൾപ്പെടെയുള്ള ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. വ്യാഴാഴ്ച പാരീസിൽ വെച്ച് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയും
ഇമ്മാനുവൽ മെക്രോയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പോരാട്ടം അവസാനിച്ചു കഴിഞ്ഞാൽ 26 രാജ്യങ്ങൾ യുക്രൈന് സൈന്യമോ മറ്റ് സൈനിക സഹായമോ നൽകാൻ തയ്യാറാണെന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മെക്രോയുടെ പ്രഖ്യാപനം. സിറ്റിയിലുള്ളവരോട് തെക്കൻ മേഖലയിലേക്ക് ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ട് ഇസ്രയേൽ സൈന്യം. ഗാസ സിറ്റി പിടിച്ചെടുക്കാൻ ഇസ്രയേൽ സൈന്യം കൂടുതൽ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമാണ് മുന്നറിയിപ്പ്. വടക്കേ ഭാഗത്തുള്ളവർ തെക്കോട്ടുപോയി ഖാൻ യൂനിസിലേക്ക് മാറണമെന്നാണ് നിർദ്ദേശം. ഭക്ഷണവും വൈദ്യസഹായവും താമസ സൗകര്യവും ഇവർക്ക് ലഭ്യമാക്കുമെന്ന് ഇസ്രയേൽ സൈനിക വക്താവ് അറിയിച്ചു. ഗാസ സിറ്റിയിൽ ഇപ്പോഴും ഹമാസ് ശക്തമാണെന്നാരോപിച്ചാണ് ഇവിടം പിടിച്ചെടുക്കാനുള്ള പടനീക്കം. ഹമാസിന്റെ സാന്നിധ്യം ആരോപിച്ച് ഗാസയിലെ ഉയരം കൂടിയ കെട്ടിടം ഇസ്രയേൽ തകർത്തു. ഹമാസ് കെട്ടിടം രഹസ്യാന്വേഷണത്തിനായി ഉപയോഗിച്ചുവെന്നും സ്ഫോടക വസ്തുക്കൾ സമീപത്ത് സ്ഥാപിച്ചിരുന്നുവെന്നും ഇസ്രയേൽ സൈന്യം പറഞ്ഞു. അതേസമയം ഇസ്രയേലിന്റെ ആരോപണം ഹമാസ് തള്ളി. ഗാസ സിറ്റി പിടിക്കാൻ ഇസ്രയേൽ പടനീക്കം ശക്തമാക്കിയതോടെ ആയിരക്കണക്കിനു പലസ്തീൻ കുടുംബങ്ങൾ നഗരം വിട്ടു. ഗാസ സിറ്റിയിലെ റോഡുകളും കെട്ടിടങ്ങളും ഇടിച്ചുനിരത്തി ഇസ്രയേൽ ടാങ്കുകൾ കൂടുതൽ മേഖലകളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചു. സെറ്റിയുടെ കിഴക്ക് സൈത്തൂൻ, സബ്ര, ഷെജയ്യ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ സൈന്യം കനത്ത ബോംബിംഗാണ് നടത്തിയത്. നിലവിൽ ഗാസയുടെ 80% പ്രദേശവും ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. വടക്കുകിഴക്കൻ നൈജീരിയയിലെ ബോർണോയിൽ ബൊക്കോ ഹറം ഭീകരർ 60ലേറെ ഗ്രാമീണരെ വെടിവെച്ചു കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടവരിൽ 7 സൈനികരും ഉൾപ്പെടും. വർഷങ്ങളായി അഭയാർത്ഥികളാക്കപ്പെട്ട ഗ്രാമീണർ അടുത്ത കാലത്താണ് ബോർണോയിലെ ദാരുൽ ജമാൽ മേഖലയിൽ തിരികെയെത്തിയത്. വെള്ളിയാഴ്ച രാത്രി ഇവരുടെ താമസകേന്ദ്രങ്ങളിലേക്ക് ബൊക്കോ ഹറം ഭീകരർ ഇരച്ചെത്തുകയായിരുന്നു. തുരുതുര വെടിയുതിർക്കുകയും വീടുകൾക്ക് തീ കൊളുത്തുകയും ചെയ്തു. ബൊക്കോ ഹറം ഭീകരർ മേഖലയിൽ കേന്ദ്രീകരിക്കുന്ന കാര്യം സൈന്യത്തെ അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ല എന്ന് ഗ്രാമീണർ ആരോപിച്ചു. സ്ഥലത്തുണ്ടായിരുന്ന സൈനികരും ഓടി രക്ഷപ്പെടേണ്ടി വന്നു. 20ലധികം വീടുകളും 10 ബസ്സുകളും തീവെച്ച് നശിപ്പിച്ചിട്ടുണ്ട്. US യുദ്ധക്കപ്പലുകൾക്ക് ഭീഷണി ഉയർത്തിയാൽ വെനസ്വേലയുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചു വീഴ്ത്തുമെന്ന മുന്നറിയിപ്പുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2 ദിവസത്തിനിടെ 2ാം തവണയും കരീബിയൻ കടലിൽ US കപ്പലിന് സമീപത്തുകൂടി വെനസ്വേല യുദ്ധവിമാനം പറത്തിയ സാഹചര്യത്തിലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. കരീബിയൻ കടലിൽ US വൻതോതിലുള്ള സൈനിക സന്നാഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്നു മാഫിയകളെ നേരിടുന്നതിന്റെ ഭാഗമാണിതെന്നാണ് ട്രംപിന്റെ വാദം. കഴിഞ്ഞ ദിവസം വെനസ്വേലയിൽ നിന്നുള്ള മയക്കുമരുന്നു മാഫിയയുടെ കപ്പൽ ആക്രമിച്ച് 11 പേരെ കൊലപ്പെടുത്തിയതായി US അധികൃതർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ തങ്ങളുടെ രാജ്യത്തെക്കുറിച്ചുള്ള USന്റെ ആരോപണങ്ങൾ തെറ്റാണെന്ന് വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മദൂരോ പറഞ്ഞു. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു സൈനിക സംഘർഷത്തിലേക്ക് നീങ്ങുന്നതിന് ന്യായീകരണമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറാണെന്നും എന്നാൽ ബഹുമാനത്തോടെയുള്ള ചർച്ചകൾ വേണമെന്നും മദൂരോ വ്യക്തമാക്കി. വെനസ്വേലയിൽ നിന്ന് വൻതോതിൽ മയക്കുമരുന്ന് USലേക്ക് കടത്തുകയാണെന്ന് ട്രംപ് ആരോപിക്കുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ദക്ഷിണ കരീബിയൻ കടലിൽ US വൻതോതിലുള്ള സൈനിക സന്നാഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 10 F-35 യുദ്ധവിമാനങ്ങൾ മേഖലയിലേക്ക് അയച്ചതായി കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. എന്നാൽ സൈനിക നീക്കത്തിലൂടെ വെനസ്വേലയിൽ ഭരണമാറ്റമാണ് ട്രംപ് ലക്ഷ്യമിടുന്നതെന്ന് മദൂരോ കുറ്റപ്പെടുത്തി. അമേരിക്കയുടെ സൈനിക നീക്കത്തിന് മറുപടിയായി വെനസ്വേലയും സൈനിക നീക്കം നടത്തിയതോടെ മേഖല സംഘർഷാവസ്ഥയിലാണ്. കഴിഞ്ഞ ജനുവരിയിലാണ് മദൂരോ 3ാം തവണയും വെനസ്വേലയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദന ദൃശ്യത്തിനു പിന്നാലെ കേരളത്തെ ഞെട്ടിച്ച പീച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. പട്ടിക്കാട്ടിൽ ലാലീസ് ഗ്രൂപ്പ് നടത്തുന്ന ഫുഡ് ആൻഡ് ഫൺ ഹോട്ടലിൽ 2023 മെയ് 23 ഭക്ഷണം കഴിക്കാനെത്തിയവരുമായുണ്ടായ തർക്കമാണ് സംഭവത്തിന് പിന്നിൽ. ഹോട്ടൽ ജീവനക്കാർ തന്നെ മർദ്ദിച്ചതായി പാലക്കാട് വണ്ടായി സ്വദേശി പരാതിപ്പെട്ടിരുന്നു. സ്റ്റേഷനിലെത്തിയ ഹോട്ടൽ മാനേജർ റോണി ജോണിയെയും ഡ്രൈവർ ലിതിൻ ഫിലിപ്പിനെയും അന്നത്തെ SHO PM രതീഷിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചതായി ലാലീസ് ഗ്രൂപ്പ് ഉടമ KP ഔസേഫ് പറഞ്ഞു. വിവരമറിഞ്ഞെത്തിയ ഔസേഫിന്റെ മകൻ പോൾ ജോസഫിനെ ഉൾപ്പെടെ SHO ലോക്കപ്പിൽ അടയ്ക്കുകയും പരാതി ഒത്തുതീർപ്പാക്കുന്നതിന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഒത്തുതീർപ്പിനായി പരാതിക്കാരൻ 5 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും അതിൽ 3 ലക്ഷം പോലീസിനാണെന്ന് പറയുകയും ചെയ്തു. 5 ലക്ഷം രൂപ CCTV ക്യാമറയ്ക്ക് മുന്നിൽ വെച്ചാണ് ഔസേഫ് കൈമാറിയത്. തന്നെ ആരും മർദ്ദിച്ചില്ല എന്ന് പരാതിക്കാരൻ മൊഴി നൽകി ജില്ലാ അതിർത്തി കടന്നുപോയ പിന്നാലെ പോലീസ് ജീവനക്കാരെ മോചിപ്പിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ മുഖേന പോലീസ് സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ ലഭിക്കുന്നതിന് ഔസേഫ് അപേക്ഷിച്ചു. 1 വർഷത്തോളം നടത്തിയ നിയമ പോരാട്ടത്തിലാണ് ദൃശ്യങ്ങൾ ലഭ്യമായത്. അതീവ രഹസ്യ ഓപ്പറേഷനിലൂടെ ഉത്തര കൊറിയയിൽ പ്രവേശിച്ചിരുന്നതായി റിപ്പോർട്ട്. ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നന്റെ ആശയവിനിമയങ്ങൾ ചോർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാവികസേനാ യൂണിറ്റായ സീൽ ടീം 6ന്റെ റെഡ് സ്ക്വാഡ്രൺ സംഘം ഉത്തര കൊറിയയിലെത്തിയതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഭീകരൻ ഒസാമ ബിൻ ലാദനെ വധിച്ച അതേ സംഘമാണ് ഉത്തര കൊറിയയിലെത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത്
ട്രംപും കിമ്മും തമ്മിലുള്ള ആണവ ചർച്ചകൾക്കിടയിലാണ് നിർണായകമായ രഹസ്യവിവരങ്ങൾ ചോർത്താൻ നാവികസേനയുടെ രഹസ്യ ഓപ്പറേഷൻ നടന്നത്. കിം ജോങ് ഉന്നിന്റെ ആശയവിനിമയങ്ങൾ ചോർത്തിയെടുക്കുന്നതിനായി ഒരു ചാര ഉപകരണം സ്ഥാപിക്കുക എന്നതായിരുന്നു ദൗത്യത്തിന്റെ ലക്ഷ്യം. എന്നാൽ കരയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടുമുൻപായി US നാവികസേനാംഗങ്ങൾ അപ്രതീക്ഷിതമായി ഒരു ബോട്ട് കണ്ടെന്നും ഇതോടെ ദൗത്യം പൂർത്തിയാക്കാതെ മടങ്ങിയെന്നുമാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. US പ്രസിഡന്റിന്റെ നേരിട്ടുള്ള അനുമതി ആവശ്യമുള്ള ദൗത്യമായിരുന്നു അന്ന് നടത്തിയതെന്നും ദൗത്യം പരാജയപ്പെട്ടാൽ ആണവ ചർച്ചകൾ നിർത്തലാക്കപ്പെടാവുന്ന സാഹചര്യം സംഭവിക്കുമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തീരുവ വർധനയിലൂടെ ഇന്ത്യക്കെതിരെ വ്യാപാരയുദ്ധം പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് IT മേഖലയിൽ അടുത്ത പണിയുമായി ഉടൻ രംഗത്തെത്തിയേക്കുമെന്ന് റിപ്പോർട്ട്. US IT കമ്പനികളിൽ നിന്ന് ഇന്ത്യൻ IT കമ്പനികളിലേക്ക് നടത്തിവരുന്ന ഔട്ട്സോഴ്സിംഗ് നിർത്തലാക്കാനാണ് ട്രംപിന്റെ നീക്കമെന്ന് വിവിധ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയിലേക്കുള്ള IT ഔട്ട്സോഴ്സിംഗ് തടയാൻ ശ്രമിക്കുന്നതായി US വലതുപക്ഷ ആക്ടിവിസ്റ്റായ ലോറ ലൂമർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. IT സേവനങ്ങൾക്കായി ഇനി അമേരിക്കക്കാർ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതില്ലെന്നും കോൾ സെന്ററുകൾ വീണ്ടും അമേരിക്കനാകുമെന്നും ലോറ ലൂമർ പരിഹാസരൂപേണ തന്റെ എക്സ്പോസ്റ്റിലൂടെ പറഞ്ഞു. തീരുമാനം നടപ്പിലാക്കിയാൽ ഇത് ഇന്ത്യൻ IT സമ്പദ്വ്യവസ്ഥയ്ക്ക് വൻ തിരിച്ചടിയാകും. US IT സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഔട്ട്സോഴ്സിംഗ് കരാറുകളെ വളരെയധികം ആശ്രയിക്കുന്ന ഇന്ത്യയിൽ ഇത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ IT മേഖലയെ വലിയ തൊഴിൽ നഷ്ടത്തിലേക്ക് നയിക്കുമെന്നാണ് സൂചന. ഗുജറാത്തിലെ പാവഗഡ് കുന്നിൽ കാർഗോ റോപ്വേ ട്രോളി തകർന്നു വീണ് അപകടം നടന്നു. കുന്നിൻ മുകളിലേക്ക് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന റോപ്വേ ട്രോളിയാണ് കേബിളുകൾ പൊട്ടിയതിനെ തുടർന്ന് തകർന്നു വീണത്. അപകടത്തിൽ 6 പേർ മരിച്ചു. ശനിയാഴ്ച 3:30-യോടെയാണ് അപകടം നടന്നത്. ട്രോളി ക്യാബിനുള്ളിൽ 5 പേരുണ്ടായിരുന്നുവെന്നാണ് വിവരം. റോപ്വേയിലെ 4-ാം നമ്പർ ടവറിനടുത്ത് വെച്ച് കേബിളുകൾ പൊട്ടുകയായിരുന്നു. ഇതോടെ ട്രോളി താഴെ 1-ാം നമ്പർ ടവറിന് സമീപത്ത് വെച്ച് ഇടിച്ചു തകർന്നു. ക്യാബിനുള്ളിലുണ്ടായിരുന്ന 5 പേരും അപകടസ്ഥലത്തുണ്ടായിരുന്ന ഒരാളുമാണ് മരിച്ചത്. അർബൻ നിധി നിക്ഷേപ തട്ടിപ്പ് കേസിലെ പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂർ സ്വദേശി ഷൈജു ആണ് മരിച്ചത്. ഷൈജുവിനെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കോടികളുടെ നിക്ഷേപ തട്ടിപ്പിൽ ഫൈജുവിനെതിരെയും ഉപകരിച്ചു. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. അതേസമയം മരണവും കേസും തമ്മിൽ ബന്ധമില്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന അർബൻ നിധി ലിമിറ്റഡ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനം നിക്ഷേപകരെ വഞ്ചിച്ചെന്നാണ് പരാതികൾ. ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് കേസ് അന്വേഷിക്കുന്നത്. കണ്ണൂർ സിറ്റി ടൗൺ പോലീസ് സ്റ്റേഷനിൽ 23 കേസുകളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. മരിച്ചവരിൽ 3 പേർ പ്രദേശവാസികളും 2 പേർ കശ്മീർ സ്വദേശികളും ഒരാൾ രാജസ്ഥാനിവാസിയുമാണ്. അപകടത്തിന്റെ കാരണം അന്വേഷിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. കാളിക മാതാക്ഷേത്രത്തിലേക്ക് തീർത്ഥാടകരെ കൊണ്ടുപോകുന്നതിനായി പ്രദേശത്ത് പാസഞ്ചർ റോപ്വേ ഉണ്ട്. എന്നാൽ മോശം കാലാവസ്ഥയെ തുടർന്ന് പാസഞ്ചർ ട്രോളി അടച്ചിട്ടിരുന്നു. ഇതോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന കാർഗോ റോപ്വേ ഉപയോഗിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. 1986-ലാണ് പ്രദേശത്ത് റോപ്വേ ട്രോളി കമ്മീഷൻ ചെയ്തത്. പാവഗഡ് റോപ്വേയിൽ 2003-ലും സമാനമായ അപകടം സംഭവിച്ചിരുന്നു. അന്ന് 7 പേരാണ് അപകടത്തിൽ മരിച്ചത്. 24 പേർക്ക് പരിക്കുമേൽക്കുകയും ചെയ്തിരുന്നു. മട്ടന്നൂരിൽ പെൺകുട്ടിയെ പുഴയിലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. മട്ടന്നൂർ വെളിയമ്പ എളന്നൂരിൽ വൈകുന്നേരം 4-നായിരുന്നു സംഭവം. കോഴിക്കോട് താമരശ്ശേരി സ്വദേശിനിയായ ഇർഫാനെയാണ് പുഴയിൽ വീണത്. അവധിയായതിനാൽ വെളിയമ്പയിലെ അമ്മയുടെ വീട്ടിലെത്തിയതായിരുന്നു പെൺകുട്ടി. ബന്ധുക്കൾക്കൊപ്പം കുളിക്കാനായി പുഴയിലിറങ്ങിയപ്പോഴായിരുന്നു വീഴുകയായിരുന്നു. പെൺകുട്ടിക്കായി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നു തെരച്ചിൽ ആരംഭിച്ചു. കോഴിക്കോട്ടെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ ഓണം ഓഫർ വരുത്തിവെച്ചത് വൻ ദുരന്തം. ഏത് വസ്ത്രമെടുത്താലും 99 രൂപ എന്ന ഓഫർ പ്രഖ്യാപിച്ചതോടെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലേക്ക് ആയിരങ്ങൾ ഇടിച്ചു കയറിയതിനെ തുടർന്ന് കടയുടെ മുന്നിലെ ഗ്ലാസ് തകർന്നു വീണ് 10 പേർക്ക് പരിക്കേറ്റു. ഇന്ന് ഉച്ചയ്ക്കായിരുന്നു അപകടം. സംഭവത്തെ തുടർന്ന് പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്കേറ്റവരിൽ 3 പേരുടെ നില ഗുരുതരമാണ്. നാദാപുരം കസ്തൂരിക്കുളത്തിന് സമീപത്തെ ബ്ലാക്ക് എന്ന കടയിലാണ് സംഭവം നടന്നത്. ഇന്ന് രാവിലെയായിരുന്നു ഓഫർ പ്രഖ്യാപനം. ഏതു വസ്ത്രമെടുത്താലും 99 രൂപ എന്ന് കേട്ടതോടെ ജനക്കൂട്ടം കടയിലേക്ക് ഇരച്ചു കയറി. ഇതിനെപ്പറ്റി അറിഞ്ഞതോടെ സമീപ സ്ഥലങ്ങളിൽ നിന്നുൾപ്പെടെ വൻ ജനക്കൂട്ടം കടയിലേക്കെത്തി. അല്പസമയം കൊണ്ട് തന്നെ കടയും പരിസരവും ജനസാഗരമായി. ഇതിനിടെ തിരക്ക് നിയന്ത്രണിതമായി. ഇതോടെയാണ് ഗ്ലാസ് തകർന്നു വീണത്.
ഇതിലേക്ക് വീണും ഗ്ലാസ് കുത്തിക്കയറിയുമാണ് പരിക്കേറ്റത്. ഗുരുതരാവസ്ഥയിലായവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിവരമറിഞ്ഞെത്തിയ പോലീസാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിച്ചത്. ആളുകൾക്ക് ഗ്ലാസിന്റെ ചില്ല് തറച്ചു കയറിയാണ് ഗുരുതര പരിക്കേറ്റിരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. ദേഹമാസകെ ചില്ല് തറച്ചു കയറിയവരുമുണ്ട്. സംഭവത്തെ തുടർന്ന് പോലീസ് കടയടപ്പിച്ചു. ജനക്കൂട്ടമുണ്ടാകുമെന്നറിയാമായിരുന്നുവെങ്കിലും സുരക്ഷയ്ക്ക് വേണ്ടി സ്ഥാപനമുടമകൾ കാര്യമായി ഒന്നും ചെയ്തില്ലെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.